ഹലോ, വെൽക്കം ടീച്ചേഴ്സ് ക്ലബ് PSC. എല്ലാ പ്രിയപ്പെട്ട അധ്യാപക സുഹൃത്തുക്കൾക്കും ഉദ്യോഗാർത്ഥികൾക്കും ടീച്ചേഴ്സ് ക്ലബ് PSCയിലേക്ക് സ്വാഗതം. അപ്പൊ നമ്മുടെ റെയിൽവേ RRB ടീച്ചറിന്റെ ആൻസർ കീ എത്തി തുടങ്ങിയിട്ടുണ്ട്. ഒരു 2 മണിക്കൂർ മുമ്പ് 2-3 മണിക്കൂർ മുമ്പേക്ക് അപ്ഡേറ്റ് ആയിട്ട് വന്ന രാവിലെ മുതൽ അപ്ഡേറ്റ് ആവുന്നുണ്ടായിരുന്നു. നമ്മുടെ കേരളത്തിലൊക്കെ ഉള്ളവർക്കൊക്കെ ഒരു മണിക്കൂർ 2 മണിക്കൂർ മുമ്പൊക്കെ അപ്ഡേറ്റ് ആയിട്ട് വരുന്നുണ്ട്. എല്ലാവരും കൂടെ ചാടിക്കേറി ഇപ്പോഴേ നോക്കിയിട്ട് വന്നില്ല എന്ന് പറഞ്ഞ് വിളിക്കേണ്ട ആവശ്യമില്ല. ഓരോരുത്തർക്കും ഇന്നും നാളെ ആയിട്ടൊക്കെ ഫുൾ അപ്ഡേറ്റ് ആയിട്ട് വരും. അപ്പൊ എങ്ങനെയാണ് നിങ്ങൾക്ക് അത് നോക്കുന്നത്? നിങ്ങൾക്ക് എങ്ങനെ നിങ്ങളുടെ ആ മാർക്ക് നിങ്ങൾക്ക് നോക്കാം? ഇനി ഇത് ഇപ്പം ഫസ്റ്റ് CBTയുടെ റിസൾട്ട് വന്നു. ഇനി CBT കഴിഞ്ഞാൽ ടാറ്റ് ഉണ്ട്. അതെന്താണ് എങ്ങനെയാണെന്നൊക്കെ ഉള്ളത് ഡീറ്റെയിൽ ആയിട്ട് ചെയ്തു തരും. ഇപ്പൊ ഇത് നിങ്ങൾക്ക് എങ്ങനെയാണ് നിങ്ങളുടെ മാർക്ക് നോക്കുന്നതെന്ന് മാത്രമാണ് ഈ വീഡിയോയിലൂടെ ഞാൻ പറയുന്നത്. ജസ്റ്റ് പെട്ടെന്ന് പറഞ്ഞു തരാം. ഓക്കെ, അപ്പൊ ജസ്റ്റ് നിങ്ങൾ സാധാരണ നമ്മുടെ RRB റെയിൽവേയുടെ ആ സൈറ്റിൽ ജസ്റ്റ് ഒന്ന് കയറുക. അഡ്രസ് എല്ലാവർക്കും അറിയാമല്ലോ, പ്രത്യേകിച്ച് പറഞ്ഞു തരേണ്ട ആവശ്യമില്ലല്ലോ. നമ്മുടെ ഹോൾ ടിക്കറ്റ് ഒക്കെ എടുത്ത് അത് സെയിം സൈറ്റ് തന്നെയാണ്. ഓക്കെ, സെയിം സൈറ്റിൽ കയറുക, നിങ്ങളുടെ ഫോൺ നമ്പർ കൊടുക്കുക, അതുപോലെ തന്നെ രജിസ്ട്രേഷൻ നമ്പർ കൊടുക്കുക, നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്ത്, പാസ്വേഡ്, യൂസർ നെയിം കൊടുക്കുക. അല്ലെങ്കിൽ പലതരത്തിലുള്ള ഓപ്ഷൻസ് ഉണ്ട് ചെയ്യാനായിട്ട്. അത് ചെയ്യുക, ലോഗിൻ ചെയ്യുക. ഓക്കെ, ലോഗിൻ അല്ലെങ്കിൽ നിങ്ങളുടെ ആധാർ നമ്പറും പാസ്വേഡും കൊടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. മൊബൈൽ നമ്പർ കൊടുത്ത് തന്നെ ഓപ്പൺ ചെയ്യാൻ പറ്റും. നിങ്ങൾക്ക് അറിയാം, പല രീതിയിൽ നമുക്ക് ഓപ്പൺ ചെയ്യാൻ പറ്റും. അത് ഓപ്പൺ ചെയ്തതിന് ശേഷം ഓപ്പൺ ചെയ്യുമ്പോൾ അടുത്ത വിൻഡോ എങ്ങനെയായിരിക്കും വരുന്നത്? ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ വിൻഡോ എങ്ങനെ കാണും? കാൻഡിഡേറ്റ് ഡീറ്റെയിൽസ് കാണും, ഹെൽപ്പ് ഡെസ്ക്, കാൻഡിഡേറ്റ് റെസ്പോൺസ്, സ്കോർ കാർഡ് എന്നിങ്ങനെ കാണും. ഓക്കെ, ഇങ്ങനെ കാണാൻ പറ്റും. ഇങ്ങനെ കണ്ടു കഴിഞ്ഞാൽ നിങ്ങൾ ഇവിടെ താഴെ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ്, രജിസ്ട്രേഷൻ നമ്പർ, നെയിം, ജെൻഡർ, കമ്മ്യൂണിറ്റി, ഇതെല്ലാം ഇവിടെ കാണാൻ പറ്റും. നിങ്ങൾ നെയിം ഓഫ് ദ കാൻഡിഡേറ്റ്സ് കൊടുത്തു കഴിഞ്ഞാൽ കാൻഡിഡേറ്റ് റെസ്പോൺസിലേക്ക് പോകും. എന്നിട്ട് ആ കാൻഡിഡേറ്റ് റെസ്പോൺസിലേക്ക് ക്ലിക്ക് ചെയ്യുക. ആ കാൻഡിഡേറ്റ് റെസ്പോൺസ് ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ഈ കാൻഡിഡേറ്റ് റെസ്പോൺസ് എന്ന് പറയുന്ന ആ ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. അത് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് നിങ്ങളുടെ അടുത്തൊരു ഓപ്ഷനിലേക്ക് പോകും. ഇങ്ങനെ ഇവിടെ താഴെ ഒരു ഓപ്ഷൻ വരും, ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് ഇറ്റ്. ഓക്കെ, അതായത് നിങ്ങളുടെ റെസ്പോൺസ് ഷീറ്റ് ജനറേറ്റ് ചെയ്യാനായിട്ടുള്ള ഓപ്ഷൻ ഇവിടെ വരും. അപ്പൊ അതിൽ ക്ലിക്ക് ചെയ്യുക, ഇവിടെ ക്ലിക്ക് ചെയ്യുക. ഈ ഓപ്ഷൻ ഇങ്ങനെ വരുമ്പോൾ അവിടെ ക്ലിക്ക് ചെയ്യുക. ഓക്കെ, ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങളുടെ മാർക്ക് ഷീറ്റ് ഇങ്ങനെ വരും. നിങ്ങളുടെ പേരും രജിസ്റ്റർ നമ്പരും ഫോട്ടോ ഉൾപ്പെടെയുള്ള മാർക്ക് ഷീറ്റ് ഇവിടെ വരും. മാർക്ക് ഷീറ്റ് അവിടെ വരുന്ന സമയത്ത് ഓരോ ക്വസ്റ്റ്യന്റെ നേരെ അതിന്റെ കൺക്ലൂഷൻ നേരെ നിങ്ങളെ തിരഞ്ഞെടുത്ത ആൻസറും യഥാർത്ഥ ആൻസറും ഒക്കെ ഇവിടെ കാണാൻ പറ്റും. ഇതൊക്കെ ഇങ്ങനെ കാണാൻ പറ്റും. ഓക്കെ, അത് വെച്ചുകൊണ്ട് നിങ്ങളുടെ മാർക്ക് നിങ്ങൾക്ക് കണക്കാക്കി എടുക്കാവുന്നതാണ്. ഇത്രയും വളരെ സിമ്പിൾ സ്റ്റെപ്പാണ്. ഒരു കൺഫ്യൂഷനും ഇല്ല. വെറുതെ കിടന്ന് നിങ്ങളെ വിളിക്കേണ്ട കാര്യമില്ല, മെസ്സേജ് ചോദിക്കേണ്ട കാര്യമില്ല. ജസ്റ്റ് നിങ്ങളുടെ പ്രൊഫൈലിൽ കയറുക. പ്രൊഫൈലിൽ കയറിയിട്ട് നിങ്ങളുടെ നെയിമിൽ ക്ലിക്ക് ചെയ്യുക. അപ്പോൾ കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണിക്കും. ആ കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുക. കാൻഡിഡേറ്റ് റെസ്പോൺസ് കാണിക്കുന്നതിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇങ്ങനെ ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് എന്ന് പറഞ്ഞ് കാണിക്കും. ആ ക്ലിക്ക് ഹിയർ ടു ജനറേറ്റ് പറയുന്ന ഓപ്ഷനിൽ കൊടുക്കുക. ആ ഓപ്ഷനിൽ കൊടുത്തു കഴിയുമ്പോൾ നിങ്ങളുടെ മാർക്ക് ഷീറ്റ് അവിടെ വരും. ഓക്കെ, ഓപ്ഷൻ സഹിതം വരും. നിങ്ങൾ തിരഞ്ഞെടുത്ത ഓപ്ഷൻ വെച്ചിട്ട് നിങ്ങളുടെ മാർക്ക് അനലൈസ് ചെയ്യാൻ പറ്റും. ഓക്കെ, ഇത്രയുള്ള ദാറ്റ്സ് ഇനഫ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങൾ എടുത്ത് വെച്ചുകൊണ്ട് നിങ്ങൾ ഓരോരുത്തരും വരുന്നതനുസരിച്ച് നിങ്ങളുടെ മാർക്ക് കണക്കൂട്ടി വെക്കുക. നമ്മൾ പറഞ്ഞിട്ടുണ്ട്, അതിന്റെ കട്ട് ഓഫ് റേഞ്ചും കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ടുണ്ട്. അതനുസരിച്ച് നിങ്ങളുടെ ടാറ്റിലേക്ക് അവർ വിളിക്കുന്നതായിരിക്കും. അപ്പൊ ടാറ്റിന്റെ കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെട്ടുള്ള വീഡിയോ ഇതിന്റെ ബാക്കിൽ നിന്ന് ഉടൻ തന്നെ അപ്ഡേറ്റ് ചെയ്ത് തരുന്നതായിരിക്കും. ഓക്കെ, അപ്പൊ എല്ലാ സുഹൃത്തുക്കൾക്കും താങ്ക് യു. അതുപോലെ തന്നെ EMRS ടീച്ചർ വിളിച്ചിട്ടുണ്ടെന്നുള്ള കാര്യം എല്ലാവർക്കും അറിയാം. TGT PGT ആണ് EMRS വിളിച്ചിരിക്കുന്നത്. ഓക്കെ, TGTക്ക് CTET വേണം, PGTക്ക് CTET വേണ്ട. ഓക്കെ, അപ്പം അത് അപ്ലൈ ചെയ്തിട്ടില്ലാത്തവർ അപ്ലൈ ചെയ്യുക. ക്ലാസ്സുകൾ ആരംഭിച്ചിട്ടുണ്ട്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യമാണ് നിങ്ങൾക്ക് പറയാനുള്ളൂ. താങ്ക് യു. വന്ദേ മാതരം. ജയ് ഹിന്ദ്.